കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 4 പേർ മരിച്ച അപകടത്തിനിടയാക്കിയത് അധികൃതരുടെ ഗുരുതര വീഴ്ചയെന്ന് പോലീസ്. സംഗീത നിശയ്ക്ക് മതിയായ ആസൂത്രണമോ സുരക്ഷാ ക്രമീകരണമോ ഉണ്ടായില്ല. പരിധിയിലധികം ആളുകളെ അനുവദിച്ചെന്നും തൃക്കാക്കര ACP PV ബേബി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംകുമാർ, എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗകര്യങ്ങളിലെ പിഴവും സുരക്ഷാ വീഴ്ചയും ഓഡിറ്റോറിയം നിർമ്മാണത്തിലെ അപാകതയുമാണ് ദുരന്തത്തെ വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ്. 1000 പേർക്ക് മാത്രം ഇരിക്കാൻ ശേഷിയുള്ള ഓഡിറ്റോറിയത്തിൽ കുസാറ്റിൽ നിന്ന് മാത്രം 4000 വിദ്യാർത്ഥികൾ കയറിയിരുന്നു. ഈ സംഗീത പരിപാടി, അതായത് നികിത ഗാന്ധിയുടെ സംഗീത പരിപാടി ഉണ്ട് എന്നറിഞ്ഞ് പുറത്തുനിന്ന് എത്തിയവരുടെ എണ്ണം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പോലും ആയിട്ടില്ല എന്നുള്ളതും പറയുന്നു. ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പിഴവുകൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി എന്നുള്ളതും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരുവിധത്തിലുള്ള സംഘാടനം അവിടെ ഉണ്ടായിരുന്നില്ല. ചുമതലയുണ്ടായിരുന്ന അധ്യാപകർ പലരും സംഭവ ദിവസവും സംഭവ സമയത്തും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും പങ്കെടുക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ചോ അവിടെ ഏർപ്പെടുത്തേണ്ട സുരക്ഷ സംബന്ധിച്ചോ യാതൊരു വിവരവും കുസാറ്റിനുമില്ലായിരുന്നു. ലോക്കൽ പോലീസിൽ കുസാറ്റ് അധികൃതർ വിവരം അറിയിച്ചില്ല. ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയൊരു ദുരന്തമാണ് 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്തതെന്ന അന്വേഷണ വിവരങ്ങളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാല അന്വേഷണത്തിൽ തീരുമാനമാകാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പോലീസ് സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വേണു, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.